അപ്പൊ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് വീട്ടിലുണ്ടാക്കണ ബ്രോസ്റ്റഡ് ചിക്കൻ, അതിന്റെ കൂടെ കുറച്ച് ഭംഗിക്ക് വേണ്ടിയിട്ട് കോൾസ്ലോ ഉണ്ടാക്കണം, പിന്നെ പൊട്ടറ്റോ വെറ്റസും. അപ്പൊ നമ്മുടെ ഇന്നത്തെ പരിപാടിക്ക് നമുക്ക് പോയാലോ? വാങ്ങാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ എടുത്തിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഫസ്റ്റ് ഓഫ് ഓൾ ചിക്കൻ അതൊരു 8 പീസായിട്ട് കട്ട് ചെയ്തേക്കാണ്. നമ്മൾ 2 പ്രോസസ്സായിട്ടാണ് ഇത് ചെയ്യണത്. നമുക്ക് ഇതിനെ ഒന്ന് സോക്ക് ചെയ്ത് വെക്കണം. നമ്മളിന്ന് ഇവിടെ എടുത്തേക്കണത് മോരാണ്. പാലിന് ചെയ്യണവരുണ്ട്, ഞാനിവിടെ മോരാണ് എടുത്തിട്ടുള്ളത്. മോര് വെച്ചിട്ടാണ് നമ്മൾ ഈ ചിക്കൻ ഫുള്ള് സോക്ക് ചെയ്യാൻ പോണത്. എനിക്ക് ആകെ കൂടി ചിക്കൻ്റെ മറ്റേ കാല് മാത്രമേയുള്ള ഇത് ബ്രസ്റ്റ് പീസാ തോന്നുന്നു. ചിക്കൻ എടുത്തിട്ട് അതിനെ ഈ ഫോർക്ക് വെച്ച് ഇങ്ങനെ ഒന്ന് ജസ്റ്റ് കുത്തി കൊടുക്കാം. അപ്പൊ എന്താ വെച്ചാൽ നമ്മൾ ഈ മോരിലിട്ട് വെക്കുമ്പോ ഇത് കറക്റ്റ് ആയിട്ട് ഇതിലേക്ക് പിടിച്ചോളും. കുറച്ചു നേരം നമ്മളിത് വിനീഗറിൽ ഇട്ട് വെക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നമ്മുടെ ഈ ഫ്ലഷ് എന്താവും, സോഫ്റ്റ് ആവും. ടൈറ്റായിട്ട് ഫീൽ ചെയ്യണവർക്ക് നന്നായി ഫോർക്ക് വെച്ച് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കാം. ഒരു 2 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കേട്ടോ, 2 സ്പൂൺ കുരുമുളക് പൊടി, 2 സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ. കളർ ഉണ്ടാവും, പക്ഷെ എരിവ് അധികം ഉണ്ടായിരിക്കില്ല. ഒരു 3 സ്പൂൺ ഉപ്പ്. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. മോര് ഇതിലോട്ട് ആഡ് ചെയ്യാം. വീഡിയോ ഓൺ ആക്കിയ അമ്മണി ഞങ്ങളുടെ ചങ്ക്, വീഡിയോ ഓഫ് ആക്കിയ ശരിയാ ശരിയാക്കി കുത്തി നോവിച്ച് വെച്ചിട്ടുള്ള പാവം ചിക്കനുകളെ ഈ മോരിലേക്ക് ഡിപ്പ് ചെയ്യാൻ പോവാണ്. ചിക്കൻ പീസസ് എല്ലാതും മോരില് ഡിപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഫോയിൽ പേപ്പർ വെച്ചിട്ട് ഇങ്ങനെ ഇത് കവർ ചെയ്യാം. ഫ്രിഡ്ജിൽ വെച്ചാൽ മതി, നമ്മൾ താഴത്ത് വെച്ചാൽ മതി. ഇത് ഫ്രീസറിൽ കയറ്റി വെക്കേണ്ട ആവശ്യമില്ല. ഇതൊരു 6 hours നമ്മൾ ഫ്രിഡ്ജിൽ വെക്കാം. എങ്ങനെയും പൊരിച്ച് തിന്നതാണ് നമ്മുടെ അടുത്ത ടാസ്ക്. അടിയിൽ വെച്ചോ, ഫ്രിഡ്ജിലേക്ക് അവലത് പോവാനോ ചേട്ടപ്പന്റെ കൈ കോൺസ്ലോയാണോ? മര്യാദക്ക് കഷ്ടപ്പെട്ട് പഠിച്ചു വരുന്നുള്ള മനുഷ്യൻ. അപ്പൊ എല്ലാ പ്രേക്ഷകർക്കും ആദ്യം ഞാൻ പറഞ്ഞത് തെറ്റി. കോൺസ്ലോ വിഷ്ണു പറഞ്ഞതാണ്. ഇപ്പൊ കറക്റ്റ് ആയിട്ട് ഞങ്ങള് രാഹുൽ പഠിപ്പിച്ചിരുന്നു കോൺസ്ലോ. പേരിലും നല്ല കാര്യം, വർക്കിനാണ് കാര്യം. എവിടെയായിരുന്നോ മോള്? ബക്കറ്റ് കൊണ്ട് പോയിക്കലായിരുന്നു. മറന്നു പറഞ്ഞൊക്കെ ഓർമ്മിപ്പിക്കാൻ. രാജകുമാരി, ഓർമ്മകളുടെ രാജകുമാരി. കുറച്ച് മാത്രം സൺഫ്ലവർ ഓയിൽ ഒഴിക്കുക. ഒരു 2 സ്പൂൺ കുരുമുളക് പൊടി. പോട്ടെ, ആവശ്യത്തിന് മാത്രം. അതായത് 3 സ്പൂൺ കോൺഫ്ലോർ. അതിനോട്ട് എനിക്ക് പോരാ. കോൺഫ്ലോർ എടുത്തൊരു തട്ട് തട്ടാണ്. മുളകോട്ട് എടുത്തൊരു കട്ടപ്പടല്ല. ഇടയ്ക്കിടയ്ക്ക് അടിക്കുമ്പോ ഇടയ്ക്കിടയ്ക്ക് ഒഴിച്ചിട്ട് അനുസരിച്ച് നമ്മളത് എടുക്കും. ഇളക്കിയല്ല, തെറ്റിദ്ധരിക്കരുത്. ഇളക്കലേ ഇല്ല, ഇളക്കി മറക്കലേ ഇല്ല. എന്തിട്ടാണ് രാഹുൽ അപ്പഴത്തിന് നീ അടങ്ങിയിട്ട് വേണ്ടേ? കുറച്ച് കട്ടിയില് മയോണൈസ് അല്ലേ? അടുത്ത നമ്മുടെ ബ്രോസ്റ്റഡിലേക്ക് ആവശ്യമായിട്ടുള്ള മയോണൈസ് ഉണ്ടാക്കാനാണ് നമ്മൾ പോണത്. അടുത്തായിട്ട് മയോണൈസിലേക്ക് 3 മുട്ട, ഞങ്ങളുടെ വെളുത്തുള്ളി എല്ലാം ആഡ് ചെയ്ത് ഇളക്കി മറിച്ച് എടുത്തുള്ള സംഭവം. അതിന്റെ ഞങ്ങൾ അബദ്ധവശാൽ ഇത് വീഡിയോ എടുക്കാൻ മറന്നു. ഇതിലുണ്ട്. ഞാൻ എന്തിനു തട്ടാതിരിക്കി? മുട്ട ഇവിടെ ഫിലാഡൽഫിയയുടെ അച്ഛൻ, ഫാദർ ഓഫ് ഫിലാഡൽഫിയ. നമ്മുടെ മയോണൈസിന് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം നമ്മൾ ഒരു ജാറിലേക്ക് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരച്ചെടുത്തിട്ട് മയോണൈസ് ആക്കിയിട്ട് വരാം. ഇപ്പൊ നമ്മുടെ മയോണൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. അങ്ങനെ ായിട്ട് മുന്നേ അരിഞ്ഞു കഴിഞ്ഞു. ഇനി അടുത്തതായിട്ട് നമ്മൾ ഉണ്ടാക്കാൻ പോണത് രാഹുലിന്റെ കുത്തിക്കൊല്ലല്.
മിണ്ടരിയോ? അടുത്തതായി ഉണ്ടാക്കല് മാത്രമുള്ളൂ. അയ്യോ സാധനത്തിന്റെ പേര് കോൾസ്ലോ. അടുത്തായിട്ട് നമ്മൾ ഉണ്ടാക്കാൻ പോണത് കോൾസ്ലോ എന്നുള്ള സാധനമാണ്. എനിക്ക് ആവശ്യമുള്ള കോൾസ്ലോ എന്ന് പറഞ്ഞേ പേര് കണ്ടുപിടിച്ച സർലാസ്. അടുത്തായിട്ട് നമ്മൾ ഉണ്ടാക്കാൻ പോണത് സാധനങ്ങളൊക്കെ ഉണ്ടാക്കിയ അമ്മടല്ല കള്ളം പൊളിഞ്ഞു വീഡിയോയില് വന്നു. മോളെ എനിക്ക് KFC തിന്നാൻ വേണ്ടിട്ട് കുടുംബശ്രീക്ക് വരുന്നില്ലാട്ടാണ് പെട്ടുണ്ട്. അപ്പൊ പെട്ടു, ഇവിടെ വോയിസിൽ പെട്ടു. സാരി കൊടുക്കുന്നത് ക്യാബേജ് ഒന്ന് അരിഞ്ഞിട്ട് ഇതിലേക്ക് ചേർത്തിട്ട് ഈ ക്യാരറ്റ് അരിഞ്ഞിട്ട് ഇതിലേക്ക് ചേർത്തിട്ട് മയോണൈസ് ഇതിലേക്ക് ചേർത്താം. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. അപ്പൊ ഏതൊരു ബ്രോസ്റ്റഡിന്റെയും കൂടെ നമ്മൾ കണ്ടിട്ടുള്ളത് ഒരു ഫ്രഞ്ച് ഫ്രൈസ് ആണ്. ഇന്ന് നമ്മളൊരു വെറൈറ്റിക്ക് ആയിട്ട് പൊട്ടാറ്റോ വെഡ്ജസ് ആക്കിയാലോ? അടുത്തതായി നമ്മൾ ചെയ്യാൻ പോണ പരിപാടി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ നേരത്തെ ഫ്രിഡ്ജില് ഒരു 3 മണിക്കൂർ മേലെ കഴിഞ്ഞിപ്പോ ഒരു 4-4.5 മണിക്കൂർ അതിന്റെ നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ അതെടുത്തിട്ട് നമുക്ക് ഡസ്റ്റ് ചെയ്യണ പ്രോസസ്സാണ് ഈ നമ്മൾ അടുത്ത് ചെയ്യാൻ പോണത്. അപ്പൊ അതിനാവശ്യമുള്ള സാധനങ്ങൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, മൈദ ഒരു 4-4.5 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതിന്റെ കൂടെ കോൺഫ്ലോർ, പിന്നെ ഓണിയൻ പൗഡർ, ഗാർലിക് പൗഡർ, കുറച്ച് മാത്രം എന്താണ് മുളക് പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, പിന്നെ കുറച്ച് ഐസ് ക്യൂബ്സ് ആഡ് ചെയ്തിട്ടുള്ള ഐസ് വാട്ടർ. രാഹുൽ തന്നെ നേരത്തെ സൂക്ഷിച്ച് കളയാണ്ട് ഫ്രിഡ്ജിൽ കൊണ്ടുവച്ചിട്ടുള്ള ആ സാധനം കൊണ്ടൊന്ന് എടുത്തിട്ട് വന്ന പോലെ നോക്കട്ടെ. ഈശ്വര അത്ര ശ്രദ്ധയോട് കൂടിയിട്ട് രാഹുൽ ഒരു കാര്യം ചെയ്തിട്ട് അവര് ലൈഫില് ഇത് നമ്മള് നേരത്തെ ഇപ്പൊ നമ്മള് പോവാൻ പോണത് കാട് മഴ ഡോറയുടെ മൈദമാവ് ഈ പാത്രത്തിലേക്ക് മാറ്റാം. കോൺഫ്ലോർ, പൊടിയിലേക്ക് ആവശ്യമുള്ള കുറച്ചുപ്പ്, ഓണിയൻ പൗഡർ ഇതിൽ ആഡ് ചെയ്യാം, ഗാർലിക് പൗഡർ ഇതിൽ ആഡ് ചെയ്ത് നമ്മള് കളറിനായിട്ട് കുറച്ച് മുളക് പൊടി എല്ലാം നന്നായി യോജിപ്പിക്കാം. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോണെന്ന് വെച്ചാൽ, നമ്മുടെ ഈ ചിക്കൻ പീസ് ഉണ്ടല്ലോ ഇത് നേരെ നമ്മുടെ പൊടിയിലോട്ട് ഇടാം. ഒന്ന് ഇങ്ങനെ തിരിക്കുക. ഈ മാവിൽ നല്ലോണം എല്ലായിടത്തേക്കും പിടിക്കണ പോലെ ഒന്ന് ഇങ്ങനെ ആക്കിയെടുക്കാം. ഇത് നേരെ ഈ ഐസ് ക്യൂബ്സിന്റെ വെള്ളത്തിലേക്ക് ഇങ്ങനെ ഡിപ്പ് ചെയ്യാം. ഇതൊരു 2 സെക്കൻഡ് ഇതിലേക്ക് ഡിപ്പ് ചെയ്തിട്ടിട്ടുള്ള അതിനെ വീണ്ടും നമ്മൾ എടുത്തിട്ട് എന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, വീണ്ടും ഈ പൊടിയിലേക്ക് തന്നെ ഇട്ടിട്ട് പൊടി മേലെ കൂടെ ഇങ്ങനെ ഇടാം. നല്ലതുപോലെ കുടയാം. ഒന്ന് നന്നായി വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മളിതിങ്ങനെ എടുത്ത് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതൊന്നു പൊടി ബോട്ടിലോട്ട് ഡിപ്പ് ചെയ്യുന്നു. നന്നായി തിരിച്ചും വീണ്ടും അത് മാറ്റി. നമ്മുടെ ചിക്കൻ മൊത്തം നമ്മൾ ശരിയാക്കി വെച്ചിട്ടുണ്ട്. എല്ലാതും മാവ് ഇങ്ങനെ പിടിച്ച് കോട്ടിങ് അതിൻ്റെ ഇനി നമുക്ക് ഇതിനെ നേരെ കൊണ്ടുപോയിട്ട് ഫ്രൈ ചെയ്യാം. നമ്മള് KFC അകത്ത് കയറുമ്പോ ഒരു മണം ഉണ്ടാവില്ലേ, ആ സെയിം മണം. ഇതിലൊരു പീസ് കാണാമല്ലോ ചിക്കൻ. ഈ അരിഞ്ഞ് വെച്ചിട്ടുള്ള പൊട്ടാറ്റോ വെള്ളത്തിലിട്ടിട്ട് നമ്മൾ നന്നായിട്ട് ഒന്നൊരു 10 മിനിറ്റ് നേരം ബോയിൽ ചെയ്തെടുക്കാം. വെഡ്ജസ് ഒന്ന് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് കോൺഫ്ലോർ ഇടാം, കുറച്ച് ഉപ്പിടാം. അപ്പൊ നമ്മുടെ ഇന്നത്തെ
ഇന്നത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞു. നമ്മുടെ ചിക്കൻ റെഡിയായി, നമ്മുടെ മയോണൈസ്, പിന്നെ നമ്മുടെ കോൾസ്ലോ, പിന്നെ നമ്മുടെ വെജസ് റെഡി ആയിട്ടുണ്ട്. അതൊന്നും നമുക്ക് സീസണിങ് ചെയ്യാം. ഉപ്പ് ഇതിന്റെ മേലെ കൂടി ഇടാം, കുറച്ച് കുരുമുളക് പൊടി, മുളക് പൊടി, അപ്പൊ ഇന്നത്തെ നമ്മുടെ പരിപാടി തകർത്തു. നമ്മുടെ ചിക്കനും നമ്മുടെ വെജസും കോൾസ്ലോയും മയോണൈസും എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാലോ? രാഹുലേ വാ. കട്ടത്തുനിന്ന് ബോധിച്ചുകൊണ്ട് കട്ടല്ല ആദ്യം നിർബന്ധമുണ്ട്. എനിക്കറിയാം. കഴിക്കില്ലേ? വീട്ടില് വെച്ച ഹോം മെയ്ഡ് ബ്രോസ്റ്റഡ് ചിക്കൻ ചിക്കൻ. ഉള്ളൊക്കെ എങ്ങനെ നല്ല ജ്യൂസി ആയിട്ട് ജ്യൂസി ക്രിസ്പി ഔട്ടർ വെന്തുണ്ട്. സൂപ്പറായിട്ട് ക്രിസ്മസ് അപ്പാപ്പന്റെ പോലെ ഒന്നുമില്ല. ഞാൻ കുറച്ച് കഴിച്ചോട്ടെ. സെറ്റ് കഷ്ടപ്പാട് നല്ല ഫലം. വിചാരിച്ചോളം നന്നായിട്ട് വെജസ് സൂപ്പറായിട്ട്. അടിപൊളി അല്ല. അപ്പൊ നമ്മുടെ ഇന്നത്തെ ഡിഷ് എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം, കമന്റ് ചെയ്യാം, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാം.